ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ കറന്റ് ലിസ്റ്റിന്റെ അവസ്ഥയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ വിത്ത് പ്രൂഫ് ആയിട്ടാണ് ഈ ഒരു സെഷൻസ് കംപ്ലീറ്റ് ചെയ്തത്. ആദ്യമായിട്ട് ഇത് രണ്ട് പരീക്ഷയായിട്ട് നടന്നതാണ്. 2021 LDC പരീക്ഷയോടൊപ്പം പ്രിലിംസ് നടന്നായിരുന്നു. അതായത് പ്രിലിംസ് പരീക്ഷ കുറെ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒറ്റ പ്രിലിംസ് ആയിട്ട് നടത്തിയത്. പക്ഷെ ഒരു 6ഓളം ഫേസസ് വെച്ചിട്ടാണ് ആ ഒരു ടൈമിൽ ഇത് ഉണ്ടായത്. നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു കട്ട് ഓഫ് വളരെ സിമ്പിൾ ആയിട്ട് തോന്നാം. ഏതാ ഈ പറഞ്ഞിരിക്കുന്ന പ്രിലിംസിന്റെ, അതായത് സെക്രട്ടേറിയറ്റ് OAയുടെ കട്ട് ഓഫ് 76 എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര വലിയ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ 2021 സ്റ്റേജിനകത്ത് 1ഉം 2ഉം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സ്റ്റേജസ് അത്യാവശ്യം നല്ല കടുപ്പം ആയിരുന്നു. അപ്പൊ ആ ഒരു ടൈമില് നമ്മൾക്ക് ആകെപ്പാടെ ഒരു റേഞ്ച് 47-52 റേഞ്ചിലായിരുന്നു പിള്ളേരുടെ കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത്. ഈവൻ LDC പരീക്ഷയുടെ കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് 47-52 ആയിരുന്നു. പ്രിലിംസിനകത്ത് അവർക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഈ കുറെ പിള്ളേർ ഏതിലായിരുന്നു, ഈ ഒരു കട്ട് ഓഫ് റേഞ്ചിലായിരുന്നു നിന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് ഈ അതിനേക്കാളും എത്രത്തോളം മാർക്ക് വളരെ കൂടുതലായിരുന്നു ഈ 76 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് എഴുതിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവരിൽ ഒരു 90% എഴുതാൻ പറ്റാത്ത ഒരു പരീക്ഷയായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ്. അവർ പാസ്സായിട്ടില്ല. ആ ഒരു റിയാലിറ്റി ഇപ്പം വരുന്ന കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഒരു 6 സ്റ്റേജോളം ആയിരുന്നു എന്ന് ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ 6 സ്റ്റേജ് ആകുമ്പോഴത്തേന് ഈ 4-5 സ്റ്റേജസ് ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, 1, 2, 3ന്റെ കണക്റ്റഡ് ആയിട്ടാണ് കൃത്യമായിട്ട് ആ ഒരു ടൈമിൽ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പൊ ആ ഒരു ടൈമിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജിലുള്ള കുട്ടികളിനകത്ത് അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓൺലി 10-15% മാത്രമേ മാക്സിമം അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാലൻസ് ഉള്ള കുട്ടികളെല്ലാം ഏത് സ്റ്റേജിലാണ്, ഈ 4-5 സ്റ്റേജിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവർക്കെല്ലാം എങ്ങനെ പോയാലും 80+ മാർക്ക് ആ ഒരു ടൈമിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ച് കിട്ടിയവർ മാത്രമുണ്ട്. വർഷങ്ങളായിട്ട് പഠിച്ചവർക്ക് ഇവിടെ വന്നിട്ടില്ല. ഈ പറഞ്ഞിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു നഗ്നമായിട്ടുള്ള സത്യമാണ്. ദാറ്റ് ഇസ് റിയാലിറ്റി. അപ്പം അത് വെച്ചിട്ട് വേണം ഈ ഒരു ടൈമിൽ സെക്രട്ടേറിയറ്റ് OA എപ്പോഴാണ് എന്നിട്ടുള്ളത് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഞാൻ സെപ്റ്റംബർ 7-ാം തീയതിയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ഇതുവരെ PSC പബ്ലിഷ് ചെയ്തിട്ടില്ല. ഏത് ഡേറ്റിലാണ്, എത്ര ഫേസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ഫേസിൽ നമ്മൾ എക്സാം എഴുതിയാലും സെക്കൻഡ് ഫേസിൽ എഴുതിയാലും ഏത് ഫേസിൽ എക്സാം എഴുതിയാലും ആ എക്സാം നമ്മൾ ക്രാക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു മെയിൻസ് പരീക്ഷയ്ക്ക് എൻട്രൻസ് കിട്ടത്തുള്ളൂ, അല്ല അതിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം കൃത്യമായിട്ട് പഠിക്കാൻ. സാധാ പോയിട്ട് എഴുതുന്ന പോലെ ചെയ്യരുത്. കാര്യം ബാലൻസ് സ്റ്റേജിന് പ്രിലിംസ് പരീക്ഷ പാസ്സായെങ്കിലേ മെയിൻസ് പരീക്ഷ പാസ് ആവത്തുള്ളൂ എന്നിരിക്കില്ല. ഈ പല സ്റ്റേജ് ആയിട്ട് പരീക്ഷകൾ നടത്തുമ്പോൾ ആദ്യത്തെ സ്റ്റേജിലും രണ്ടാമത്തെ സ്റ്റേജിലും നമ്മൾ അധികം പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സംഭവം അവിടെ റിപ്പീറ്റ് ചെയ്യും. അത് ഓർമ്മിച്ചിട്ട് വേണം ഓരോ ഉദ്യോഗാർത്ഥിയും കൃത്യമായിട്ട് സെക്രട്ടേറിയറ്റ് OA സാധാ ഒരു പ്രിലിംസ് പരീക്ഷ പാസ്സാവുന്നത് പോലെ നിങ്ങൾ കണക്കാകരുത്. ഒറ്റ സ്റ്റേജ് ആയിട്ട് നമുക്ക് എക്സാം നടത്തുവാണെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉള്ളൂ. ഈ രണ്ടാമതും മൂന്നാമതും ഒക്കെ എക്സാംസ് ഒക്കെ നടത്തി നല്ല ഗ്യാപ്പിലും ഒക്കെ പരീക്ഷ അങ്ങോട്ട് നടത്തി കഴിയുമ്പോൾ പിള്ളേർക്ക് ആ ചോദ്യം മാത്രം പഠിച്ച് അതിന്റെ കണക്റ്റഡ് പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് 75+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എവിടെ വരുന്നില്ല, 1-2 സ്റ്റേജിൽ നടത്തുന്ന എക്സാംസിനകത്ത് വലിയ ഗ്യാപ്പ് ഇല്ലെങ്കിൽ വരുന്നില്ല. അപ്പൊ അതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് OAക്ക് ഇത്രയും അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിലിംസിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ഞാൻ പഠിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഈ പരീക്ഷയുടെ മെയിൻ ലിസ്റ്റ്, അതായത് പ്രിലിംസ് പരീക്ഷ എഴുതിയതിന്റെ റിസൾട്ടിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് 69.67. അതായത് LDC ലെവലിലാണ് എക്സാം നടക്കുന്നത്. സാധാരണ വേരിയസ് LGS പോലത്തെ 80-20 എന്ന് പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിലല്ല പരീക്ഷ നടക്കുന്നത്. അതായത് GK 80-ഉം 20 മാർക്ക് മാക്സിമം എന്നുള്ള രീതിയിലല്ല. LDC പരീക്ഷയ്ക്കകത്ത് 70-30 എന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിൽ, അത് 50 മാർക്ക് GK, 20 മാർക്സ് കറണ്ട് അഫേഴ്സ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് സെക്രട്ടേറിയറ്റ് OA എന്ന് പറഞ്ഞിരിക്കുന്ന പരീക്ഷ നടത്തുന്നത്. കാരണം ഇതിന്റെ ഒരു പ്രൊമോഷൻ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് കുറച്ച് വർഷങ്ങളൂടെ കഴിയുമ്പോൾ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും ആ രീതിയിലാണ് ഈ ഒരു പോസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നതും. സാധാ OAയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് എന്തുണ്ട്, ഡിഗ്രിക്കാർക്കും പങ്കെടുക്കാൻ പറ്റും. സോ ഡിഗ്രിക്കാരായിരിക്കും ഒരു 90% ഇതിനകത്ത് ആധിപത്യം പുലർത്തുന്നത്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം. സാധാ വേരിയസ് LGS പോലെ നിങ്ങൾ ഒരിക്കലും സെക്രട്ടേറിയറ്റ് OA കൺസിഡർ ചെയ്യരുത്. അതുപോലെ തന്നെ നല്ല ഒരു പോസ്റ്റും തന്നെയാണ്. അതായത് സാധാ LGS പോലെ അല്ല ഈ സെക്രട്ടേറിയറ്റ് OA എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് 69.67 ആണ്.
ഇനി അടുത്തതായിട്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 27/9/2022 27/9/2022. അതായത് OMR ടെസ്റ്റ് നടത്തി 11/12 OMR ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു മെയിൻസ് എക്സാമിന്റെ. അതിനുശേഷം എന്ത് വന്നു, അതായത് ഇവിടെ കൃത്യമായിട്ട് ആ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 months മാത്രമേ ഉള്ളായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇതിന്റെ മീൻസ് 2021 സെപ്റ്റംബറിലാണ് പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞത്. ഒരു 3 months ഗ്യാപ്പ് മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് 11/12 എന്ത് നടന്നു, മെയിൻസ് പരീക്ഷ നടക്കുകയും ചെയ്തു. 11/12 മെയിൻസ് പരീക്ഷ നടക്കുകയും ചെയ്തു. അപ്പം അതിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് വന്നു ഒരു വർഷം കൂടെ ഏകദേശം ഒരു 9 മാസം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് 27/9/2022 നോക്കാം. അതിനകത്ത് റാങ്ക് ലിസ്റ്റിനകത്ത് മെയിൻ ആയിട്ട് ഓഫീസ് അറ്റൻഡൻസ് സ്റ്റേറ്റ് വൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം കണ്ടോ, 886 പേർക്കാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 886 പേർക്കാണ്. ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുവരെയുള്ള ടോട്ടൽ അഡ്വൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 893 893. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന ഡേറ്റ് ഇവിടെ പറഞ്ഞു. 893 പേരാണ് ഇതിനകത്ത് ടോട്ടൽ അഡ്വൈസ് വന്നത്. അപ്പൊ നമ്മൾക്ക് ഇപ്പുറത്തെന്തോ കാണിച്ചത് 886 പേരാണ് ഇതിനകത്ത് OC-ക്കകത്ത് വന്നത്. അതായത് സപ്ലിമെന്ററി ലിസ്റ്റ് അല്ലാതെ OC-ക്കകത്തു നിന്ന് ആൾക്കാർ 886. അപ്പൊ ടോട്ടൽ അഡ്വൈസ് വന്നിരിക്കുന്നത് 893. അതായത് ഇവിടെ നമുക്ക് OC-ക്കകത്ത് എല്ലാത്തിനകത്തും ഫിൽ വേക്കൻറ്റ്, അതായത് ആ ലിസ്റ്റിനകത്തുള്ള ഓപ്പൺ ലിസ്റ്റിനകത്തുള്ള മുഴുവൻ, അതായത് മെയിൻ ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി ലഭിച്ചു എന്നിട്ടാണ് പറഞ്ഞത്. ഇതിന്റെ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 4/3/2024. ഇനി ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്ര വരെ ഉണ്ട്? 2025 26/9/2025 വരെയാണ് ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് 2025 സെപ്റ്റംബർ മാസം വരെ ഇതിന്റെ വാലിഡിറ്റി ഉണ്ട്. ഇതുവരെ മെയിൻ ലിസ്റ്റിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈഴവയ്ക്കകത്തുനിന്ന് സപ്ലിമെന്ററി ലിസ്റ്റിലേക്കാണ് ലാസ്റ്റിൽ വന്ന് നിൽക്കുന്നത്. അതായത് ഈഴവയ്ക്കകത്തുനിന്ന് സപ്ലിമെന്ററി ലിസ്റ്റിനകത്തുനിന്ന് 2 പേരെ എടുത്തു. SC-ക്കകത്തുനിന്ന് സപ്ലിമെന്ററി ലിസ്റ്റിനകത്ത് 65 ST-ക്കകത്ത് 22 മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റിനകത്തുനിന്ന് വരെ 41. ഇതെല്ലാം സപ്ലിമെന്ററിക്കകത്താണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സപ്ലിമെന്ററിക്കകത്തുനിന്നാണ് ഇനി എടുക്കാൻ പോകുന്നത്. ഇനി വേക്കൻസി വരുവാണെങ്കിൽ അതിനകത്തുനിന്ന് ആയിരിക്കും കൃത്യമായിട്ട് എടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നിടം വരെ. അപ്പൊ നിങ്ങൾ ഇതിനകത്തുനിന്ന് എന്ത് മനസ്സിലാക്കി? ഇതിനകത്തൊരു 10,000 1300 ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത്രത്തോളം എന്തെടുത്തേനമായിരുന്നു മെയിൻ ലിസ്റ്റിൽ നിന്ന് അത്രത്തോളം ആൾക്കാരെ എടുക്കാനുള്ള സാഹചര്യം ഇനിയുമുണ്ട്. അതായത് ഏകദേശം ഇനിയും ഒരു വർഷം കൂടെ കൃത്യമായിട്ട് ഇതിന് എന്തുണ്ട്, റാങ്ക് ലിസ്റ്റിന് എന്താണ് എന്ന് പറയുന്നത്, റാങ്ക് ലിസ്റ്റ് കാലാവധിയുണ്ട്. മനസ്സിലായോ? അപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ഇതിനകത്തുനിന്ന് ജോലി കിട്ടി പോകാൻ പറ്റും. ഇപ്പൊ LDC പോലെ അല്ല ഈ പറഞ്ഞിരിക്കുന്ന സംഭവം. ഈവൻ LDC നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും, ഈവൻ നിങ്ങൾ LDC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുവാണെങ്കിലും, LDC പരീക്ഷ നല്ല മാർക്ക് ഉണ്ട് എങ്കിലും നിങ്ങൾ ഇത് കൃത്യമായിട്ട് എഴുതണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനാണ് എളുപ്പം ജോലി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്തുനിന്ന് മെയിൻ ലിസ്റ്റിനകത്തുള്ള കംപ്ലീറ്റ് ആൾക്കാർക്കും ജോലി കിട്ടിയ ഒരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നതിനും അതേപോലെയൊക്കെ ആയിരിക്കും തന്നെ നടക്കുന്നത്. അപ്പൊ അതൊക്കെ ഓർത്തിട്ട് വേണം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ലൊരു കാര്യമാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച കാര്യം. നമ്മൾ പഠിച്ചതുകൊണ്ട് മാത്രമല്ല കൃത്യമായിട്ട് വേക്കൻസിയും എല്ലാം റിപ്പോർട്ട് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് ജോലി എത്തിയെടുക്കുക എന്നിട്ടുള്ളതും ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾക്ക് അയ്യോ OA ആണ് എനിക്ക് വേണ്ട അങ്ങനൊന്നുമില്ല. കൃത്യമായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഗവൺമെന്റിന്റെ ഒരു സർവീസിനകത്ത് കയറി പറ്റുക എന്നത് മാത്രമായിരിക്കണം നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് ഇഷ്ടംപോലെ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാമല്ലോ. അപ്പൊ അതുകൊണ്ട് അത്രയധികം സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഒന്നും പഠിക്കാൻ പറ്റാത്തവർക്കായെങ്കിലും ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അതായത് അത്യാവശ്യം നിങ്ങൾ പിന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ അവർക്ക് ആ ബേസ് ഉണ്ടായിരിക്കും. ബേസ് ഇല്ലാത്ത സ്റ്റുഡൻസ് ഒക്കെ കൃത്യമായിട്ട് ഒരു മെന്ററുടെ സഹായത്തോടു കൂടിയിട്ട് പഠിക്കുന്നതായിരിക്കും. കാര്യം കുറെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല എങ്ങനെ പഠിക്കണം എന്നിട്ടുള്ള കാര്യം. കാരണം ഞാൻ പണ്ട് അങ്ങനെ പഠിച്ചിട്ടുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ഒരു കോച്ചിങ്ങിന്റെ സാന്നിധ്യത്തിൽ പഠിക്കുന്നതും അല്ലാതെ പഠിക്കുന്നതും തമ്മിൽ രണ്ടും ഡിഫറൻസ് ആണ്. നമ്മൾ പലതും സ്വന്തമായിട്ട് പഠിക്കുന്ന സമയത്ത് ഏതാണ് ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്ത് പഠിക്കണം
പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ 2-3 വർഷങ്ങൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ ഈ കട്ട് ഓഫിന്റെ അവിടെ ഒന്ന് താപ്പോട്ട് അടിഞ്ഞു നിൽക്കും. മീൻസ് കട്ട് ഓഫ് ഒരു 65 ആണ് എങ്കിൽ നമ്മൾ ഒരു 63-ലൊക്കെ നിൽക്കും. വീണ്ടും നമുക്ക് പറ്റുന്ന എന്തുവാണ്, അവിടെയും 10-20 നമുക്ക് മൈനസ് മാർക്ക് പിന്നെ കുറയത്തില്ല. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം പല ഉദ്യോഗാർത്ഥികൾക്കും അറിയത്തില്ല. കുറെ പഠിക്കുന്നതിലല്ല കാര്യം, നമ്മുടെ മാർക്ക് നിലനിർത്തുന്നതിലാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് കൃത്യമായിട്ട് ഇന്ന പോർഷൻസിനകത്ത് നിന്നെ പഠിക്കണം എന്നൊക്കെയുള്ള ഒരു ബേസിക് ഐഡിയ നമ്മൾ ഒരു 3 months കൊണ്ടെങ്കിലും 3 months ഒക്കെ വേണം നമുക്ക് കൃത്യമായിട്ട് ഒരു കോച്ചിങ്ങിനൊക്കെ പോകുമ്പോഴേ അത് നമുക്ക് മനസ്സിലാകത്തുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓൺലൈനിലോ ഓഫ്ലൈനിലോ എങ്ങനെയാലും ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അത് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 799 ആണ് നമ്മളുടെ പ്രൈസ്. മാക്സ് ഇല്ല, ബാലൻസ് എല്ലാം ഉണ്ടായിരിക്കും. സൂമിലായിരിക്കും ക്ലാസ്. ഡെയിലി Monday to Saturday വരെയാണ്. പിന്നെ പബ്ലിക് ഹോളിഡേ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം ഇത് പ്രിലിംസിന്റെ ക്ലാസിന്റെ കാര്യമാണ്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലാബ് അസിസ്റ്റന്റും ഇതുപോലെ തന്നെ വേക്കൻസി ഇല്ല, അത്യാവശ്യം നല്ല വേക്കൻസി വരുന്നതാണ്. ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈവൻ LDC പോയിട്ടുള്ളവർക്കാണെങ്കിലും ഇതിനകത്ത് തന്നെ ഈ രണ്ടിനകത്തും നിങ്ങൾക്ക് കയറി വരാവുന്നതാണ്. സോ എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗത്തിൽ കയറണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.